ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രിതല ചർച്ചയിൽ ധാരണ. ചിലഹട്ടി ഹൽദിബാരി റെയിൽപാത 55 വർഷങ്ങൾക്ക് ശേഷം തുറന്നു. ഇന്ത്യയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹം CMS-01 ISRO വിജയകരമായി വിക്ഷേപിച്ചു. കോവിഡ് വാക്സിനേഷൻ. കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി KK ശൈലജ. സംസ്ഥാനത്ത് ഇന്ന് 4969 പേർക്ക് രോഗബാധ. കേരളത്തിൽ അവസാന വർഷ ബിരുദാനന്തര ക്ലാസുകൾ ജനുവരിയിൽ തുടങ്ങും. SSLC പ്ലസ് 2 പരീക്ഷകൾ മാർച്ച് 17 മുതൽ. ഓസ്ട്രേലിയയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട സ്കോർ. ISLൽ ഇന്ന് ബംഗളൂരു ഒഡീഷ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്തിയ വിർച്വൽ ഉച്ചകോടിയിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ജോസ്ന. നിലവിലെ സഹകരണത്തിലുള്ള പുരോഗതിയിൽ ഇന്ത്യയും ബംഗ്ലാദേശും സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സംയുക്ത പ്രസ്താവനയും ഇന്ന് ഉച്ചകോടിയോടനുബന്ധിച്ച് പുറത്തിറക്കി. ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ഇരുപക്ഷവും സമഗ്രമായ ചർച്ച നടത്തി. പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ചരിത്രം, സംസ്കാരം, ഭാഷ തുടങ്ങിയവയാണ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകുന്നതെന്നും രണ്ടു ഭരണാധികാരികളും ചൂണ്ടിക്കാട്ടി. കോവിഡ് വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ കൈക്കൊള്ളേണ്ട നിലപാടുകളും ഇരുവരും ചർച്ച ചെയ്തു. പ്രതിസന്ധി ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതായും വിലയിരുത്തപ്പെട്ടു. അയൽപക്ക രാജ്യങ്ങളോടുള്ള സമീപനത്തിൽ ബംഗ്ലാദേശിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോവിഡ് വാക്സിനുകൾ ബംഗ്ലാദേശിന് ലഭ്യമാക്കുമെന്ന് ശ്രീ മോദി ഉറപ്പു നൽകി. ചികിത്സാ രംഗത്തെയും വാക്സിൻ ഉൽപ്പാദനത്തിലെയും സഹകരണവും ഇന്ത്യ വാഗ്ദാനം ചെയ്തു. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി ബംഗ്ലാ ഭാഷയിൽ കോഴ്സുകൾ നടത്തുന്നതിനെ ഇന്ത്യയെ ബംഗ്ലാദേശ് അഭിനന്ദിച്ചു. ത്രിപുര ബംഗ്ലാദേശ് അതിർത്തിയിലെ ശേഷിക്കുന്ന ഭാഗത്തെ മുള്ളുവേലി നിർമ്മാണം പൂർത്തിയാക്കാനും തീരുമാനമായി. അതിർത്തിയിൽ മനുഷ്യജീവൻ പൊലിയുന്നത് പോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കും. ഇന്ത്യയിലെ ഹൽദിബാരിയെ ബംഗ്ലാദേശിലെ ചിലഹട്ടിയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനും ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിൽ നടന്ന വിർച്വൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും ഇന്ന് 7 കരാറുകളിൽ ഒപ്പുവച്ചു. ഹൈഡ്രോ കാർബൺ മേഖലയ്ക്കായുള്ള രൂപരേഖ, 500 മില്യൺ ടാക്കയുടെ വികസന പദ്ധതിയായ ഹൈ ഇംപാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ട് രൂപരേഖ, ആന സംരക്ഷണം, യന്ത്രവിതരണം, ഖരമാലിന്യ സംസ്കരണം, കാർഷിക മേഖലയിലേക്കായുള്ള ധാരണാപത്രം, ഡൽഹി നാഷണൽ മ്യൂസിയവും ധാക്കയിലെ ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ മെമ്മോറിയൽ മ്യൂസിയവും തമ്മിലുള്ള ധാരണാപത്രം, ഇന്ത്യ ബംഗ്ലാദേശ് CEO ഫോറത്തിനായുള്ള മാർഗരേഖ എന്നിവ സംബന്ധിച്ചുള്ള കരാറുകളിലാണ് ഒപ്പുവച്ചത്. ഇന്ത്യയുടെ സാമ്പത്തികവും പ്രാദേശികവും സംസ്ഥാന അധിഷ്ഠിതവുമായ ശക്തി പ്രദർശിപ്പിക്കുന്ന സാമ്പത്തിക നയതന്ത്ര വെബ്സൈറ്റിന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ തുടക്കം കുറിച്ചു. വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള സർക്കാരിന്റെ വിവിധ നടപടികൾ, നയരൂപീകരണം, സഹായങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ബഹുമുഖവും ഊർജ്ജസ്വലവുമായ ബ്രാൻഡ് ഇന്ത്യ അന്താരാഷ്ട്ര ബിസിനസ് സമൂഹത്തിനു മുന്നിൽ കാഴ്ചവെക്കാനാണ് വെബ്സൈറ്റ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. 2022ഓടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിനൊപ്പം രാജ്യത്തിന്റെ കാർഷികോൽപ്പന്നങ്ങളുടെ വിദേശത്തേക്കുള്ള കയറ്റുമതിക്കും വെബ്സൈറ്റ് പ്രാധാന്യം നൽകുന്നു. ഇന്ത്യയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-01 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLV C-50 റോക്കറ്റിൽ വൈകുന്നേരം 3:41 വിക്ഷേപണം. വിക്ഷേപണത്തിന്റെ 4ാം ഘട്ടത്തിൽ ഉപഗ്രഹം റോക്കറ്റിൽ നിന്ന് വേർപെട്ടുവെന്നും CMS-01 ഓർബിറ്റിൽ പ്രവേശിച്ചുവെന്നും ISRO അറിയിച്ചു. ഇന്ത്യയുടെ 42ാമത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-01. PSLVയുടെ 52ാമത്തെയും ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 77ാമത്തെയും വിക്ഷേപണമാണിത്. CMS-01ന് 1410 കിലോഗ്രാം ഭാരമുണ്ട്. 2011ൽ വിക്ഷേപിച്ച GSAT-12ന് പകരമായാണ് CMS-01 വിക്ഷേപിക്കുന്നത്. അടുത്ത വർഷം നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയെ ക്ഷണിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അയച്ച ക്ഷണക്കത്ത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പാർലമെന്ററി സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നടപടി പാർലമെന്ററി സംവിധാനത്തോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടുമുള്ള അനാദരവാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ.
കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ആകെ 14 തവണ പാർലമെന്ററി സമിതി യോഗം ചേർന്നപ്പോൾ 2 എണ്ണത്തിൽ മാത്രമാണ് ശ്രീ രാഹുൽ പങ്കെടുത്തതെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളുമായി സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. UPA അധികാരത്തിലിരുന്നപ്പോൾ പോലും മന്ത്രിസഭാ തീരുമാനങ്ങൾ കീറി ചവറ്റുകുട്ടയിലെറിഞ്ഞ ആളാണ് ശ്രീ രാഹുൽ. ഭരണഘടനാ നടപടിക്രമങ്ങളോട് അദ്ദേഹത്തിന് എത്രമാത്രം ബഹുമാനമുണ്ടെന്നാണ് ഇത്തരം സംഭവങ്ങൾ കാണിക്കുന്നതെന്നും ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് 4969 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 585, മലപ്പുറം 515, കോട്ടയം 505, എറണാകുളം 481, തൃശൂർ 457, പത്തനംതിട്ട 432, കൊല്ലം 346, ആലപ്പുഴ 330, പാലക്കാട് 306, തിരുവനന്തപുരം 271, കണ്ണൂർ 266, ഇടുക്കി 243, വയനാട് 140, കാസർഗോഡ് 92 എന്നിങ്ങനെയാണ് രോഗബാധ. 4970 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,851 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.17 ആണ്. കേരളത്തിൽ കോവിഡ് വാക്സിനേഷന് വേണ്ടിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ അന്തിമഘട്ടത്തിലായതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. സർക്കാർ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ മേഖലയിലെ 81% സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ ജില്ലാതല രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിലെ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് മാർച്ച് 17 മുതൽ 30 വരെ നടത്താൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷകൾക്കുള്ള ക്രമീകരണവും വിദ്യാഭ്യാസ വകുപ്പ് ഉടനെ നടത്തും. പൊതുപരീക്ഷയുടെ ഭാഗമായി പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കുള്ള ക്ലാസുകൾ ജനുവരി 1 മുതൽ ആരംഭിക്കും. ജൂൺ 1 മുതൽ ആരംഭിച്ച ഓൺലൈൻ ക്ലാസുകളുടെ റിവിഷനും സംശയ ദൂരീകരണവും ജനുവരി 1 മുതൽ സ്കൂൾ തലത്തിൽ നടത്തുന്നതിന് ക്രമീകരണമുണ്ടാക്കും. രാജ്യത്തെ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 24,010 പേർക്കാണ് രാജ്യത്താകമാനം പുതുതായി കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 3,22,360 ആയി. രോഗമുക്തി നിരക്കിൽ തുടർച്ചയായുണ്ടാകുന്ന വർധന തുടരുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കോവിഡ് പ്രതിരോധ വാക്സിനായ കോവാക്സിന്റെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ വിജയം കണ്ടതായി നിർമ്മാതാക്കൾ. വാക്സിന്റെ പ്രതിരോധ ശേഷി സംബന്ധിച്ച് ഇവർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹകരണത്തോടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ബയോടെക് ആണ് വാക്സിൻ വികസിപ്പിക്കുന്നത്. വാക്സിൻ ആളുകളിൽ ഗുരുതരമായ പ്രതികൂല ഫലങ്ങൾ ഉളവാക്കുന്നില്ലെന്നും ഇത് സ്വീകരിക്കുന്നവരുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഓസ്ട്രേലിയയ്ക്കെതിരായ 1ാം ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിനം പിന്നിടുമ്പോൾ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 233 റൺസ് എടുത്തു. പകലും രാത്രിയുമായാണ് മത്സരം നടക്കുന്നത്. 89 ഓവറാണ് ആദ്യ ദിനം ഓസ്ട്രേലിയൻ ബൌളർമാർ എറിഞ്ഞത്. നായകൻ വിരാട് കോഹ്ലിയുടെ അർദ്ധശതകമാണ് ഇന്ത്യയെ മാന്യമായ ടോട്ടലിലെത്തിച്ചത്. നിലവിൽ 9 റൺസ് എടുത്ത വൃദ്ധിമാൻ സാഹയും 15 റൺസ് എടുത്ത അശ്വിനുമാണ് ക്രീസിൽ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ബംഗളൂരു FC ഒഡീഷ FCയെ നേരിടുന്നു. ബംബോലിം GMC സ്റ്റേഡിയത്തിൽ വച്ചാണ് മത്സരം. സീസണിലെ ആദ്യ വിജയമാണ് ഒഡീഷ ഇന്ന് ലക്ഷ്യം വയ്ക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രിതല ചർച്ചയിൽ ധാരണ. ചിലഹട്ടി ഹൽദിബാരി റെയിൽപാത 55 വർഷങ്ങൾക്ക് ശേഷം തുറന്നു. ഇന്ത്യയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹം CMS-01 ISRO വിജയകരമായി വിക്ഷേപിച്ചു. കോവിഡ് വാക്സിനേഷൻ കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി കെ ശൈലജ. സംസ്ഥാനത്ത് ഇന്ന് 4969 പേർക്ക് രോഗബാധ. കേരളത്തിൽ അവസാന വർഷ ബിരുദാനന്തര ക്ലാസുകൾ ജനുവരിയിൽ തുടങ്ങും. SSLC +2 പരീക്ഷകൾ മാർച്ച് 17 മുതൽ. ഓസ്ട്രേലിയയ്ക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട സ്കോർ. ISLൽ ഇന്ന് ബംഗളൂരു ഒഡീഷ പോരാട്ടം.
വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.